പറയാനുള്ളത് എങ്ങനെയൊക്കെ നോക്കിയാലും ഭയങ്കര ലാഭകരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സോളാർ എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫ്രിഡ്ജിൽ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നടത്തി, TV വാങ്ങാൻ വേണ്ടി നടത്തി, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങി, ഇൻഡക്ഷൻ കുക്കർ വാങ്ങി, അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് ചെലവ് വരുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കറണ്ട് ബില്ല് വരുന്നു അല്ലേ. എന്നാൽ സോളാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് വരില്ല എന്ന് മാത്രമല്ല, നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു പൈസ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ KSEBിൽ നിന്ന് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ ഒരു 5 കിലോവാട്ട് സോളാർ വെച്ച ഒരു കസ്റ്റമർ ഒരു 10,000 രൂപയാണ് അവർക്ക് ബില്ല് വരുന്നത് അല്ലേ. അവർക്ക് ഒരു സബ്സിഡി കഴിച്ചുകൊണ്ടൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഒരു 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു 2.5 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മുടക്കിയ മുതൽ അവർക്ക് തിരിച്ചു കിട്ടും. നീണ്ട 20 വർഷക്കാലത്തോളം എന്ത് ചെയ്യാണ്, സോളാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടൂല, വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടൂല, AC-ന്ന് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രയും ലാഭകരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സോളാർ എന്നുള്ളത്. അപ്പോൾ നല്ല കറണ്ട് ബില്ല് വരുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സോളാർ വെക്കുക. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 78,000 രൂപയുടെ സബ്സിഡി ഉണ്ട്. അത് 3 കിലോവാട്ടാണെങ്കിലും 5 കിലോവാട്ടാണെങ്കിലും 10 കിലോവാട്ടാണെങ്കിലും ഇനി അതിനേക്ക് മുകളിലാണെങ്കിലും എന്താണ് അല്ലേ, അല്ല 3 കിലോവാട്ടാണെങ്കിലും 5 കിലോവാട്ടാണെങ്കിലും 10 കിലോവാട്ടാണെങ്കിലും 78,000 രൂപ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. ഇത്രയും വലിയൊരു സംഖ്യ സബ്സിഡി ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഉപയോഗപ്പെടുത്തും. Bayman, making it easy.